ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ കുറേ നാളായില്ല ഞാനൊരു ഹോൾ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇന്നും ഹോൾ വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. യൂഷ്വലി ഞങ്ങൾ എവിടെയെങ്കിലും പുറത്തൊക്കെ പോകാറ്, എന്തെങ്കിലും ഒരു ട്രിപ്പൊക്കെ ഇങ്ങനെ ചെറിയ ട്രിപ്പൊക്കെ പോകാറാണ് പതിവ്. അപ്പോൾ ഇത്തവണ ഞങ്ങൾ പോയില്ല. അതിന് പകരം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഷോപ്പിങ്ങിന് പോവാം, നമുക്ക് ചെറിയ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ലാസ്റ്റ് വീക്കെൻഡ് ഞങ്ങൾ ഒന്ന് ഇവിടെയൊക്കെ ബാംഗ്ലൂർ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ മെയിനായിട്ട് ഇവിടെ ബാംഗ്ലൂർ ഫൈൻ ആർട്സ് കോളേജിൽ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്, ചിത്രകലാ പരിഷത്ത് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഒരു എക്സിബിഷൻ ഓൾമോസ്റ്റ് എല്ലാ വീക്കും അവിടെ എക്സിബിഷൻ നടക്കാറുണ്ട്. അപ്പോൾ എനിക്ക് കുറേ നാളായിട്ട് ഞാനിങ്ങനെ കുറേ റീൽസും വീഡിയോസും ഒക്കെ കണ്ടിട്ട് കുറേ നാളായിട്ട് എനിക്ക് അവിടെ പോകണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ടായിരുന്നു. ഇതിനടുത്തായിട്ട് തന്നെയാണ് ഓറിയോൺ മോളും വരുന്നത്. ബാംഗ്ലൂരിലൊരു അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു മോളാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം എക്സിബിഷൻ കണ്ടിട്ട് ഓറിയോൺ മോളിലും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രണ്ടിടത്തുനിന്നും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷേ അതിനു മുന്നേ ഞാൻ ഈ എക്സിബിഷന് പോയപ്പോഴും ഓറിയോൺ മോളിലൊക്കെ പോയപ്പോൾ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾ പോയി കണ്ടിട്ട് വരൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഹോൾ വീഡിയോ കാണിച്ചു തരാം. ഈ എക്സിബിഷൻ ഓൾമോസ്റ്റ് എല്ലാ വീക്കും ഇവിടെ ഉണ്ടാവാറുണ്ട്. അതായത് ചില ഷോപ്സൊക്കെ പെർമനൻറ്റ് ഷോപ്സാണ്. അപ്പോൾ അവർ നമ്മൾ വാങ്ങാൻ പോകുമ്പോൾ തന്നെ അവർ പറയും ഇത് പെർമനൻറ്റ് ഷോപ്പാണ് എന്നൊക്കെ ഇങ്ങനെ അവർ പറയും. നല്ല ബാഗല്ലേ, പക്ഷെ നമ്മൾ യൂസ് ചെയ്യത്തില്ല. कितना है? 950 हैंड पेंटिंग 950. वन सिल्वर पेंटिंग है ना हैंड पेंटिंग कलर मिलेगा वन में इसमें നമ്മളുടെ മറ്റേത് തന്നെയാണ്. നല്ല ബാഗല്ലോ. ഇത് നമ്മൾ മറ്റേ പോണ്ടിച്ചേരിയിൽ നിന്ന് വാങ്ങിയ സാധനമല്ലേ? ഓ, ഇത് കൊള്ളാലോ അല്ലേ, നല്ല രസമുണ്ട്. ബെഡ് സൈഡ് ടേബിൾ പോലത്തെ. അത് ചവിട്ടാൻ പറ്റില്ലല്ലേ? സീറ്റല്ലേ, ചെയറല്ലേ, ഹൈ ചെയർ പോലത്തെ. ഇത് കോർണർ സ്റ്റാൻഡ് കൊള്ളാല്ലേ. പണ്ടത്തെ പാത്രങ്ങളാണല്ലോ. അറിയില്ല. ഇതൊക്കെ സെറാമിക് ആണോ? അല്ലല്ലേ, സെറാമിക് അല്ലല്ലേ. രസമുണ്ടല്ലോ. ഇത് നമ്മൾ മറ്റേ അവിടെ നിന്ന് വാങ്ങിയതല്ലേ, കാറിൽ കുറച്ച് ദിവസം ഇട്ടിട്ട് മാറ്റി. ഹാൻഡ് മെയ്ഡാണോ? ആടാ, അതേ പുള്ളിക്കാരത്തി പെയിൻറ്റ് ചെയ്യുക. നമ്മുടെ കുഞ്ഞുകാലങ്ങളുടെ വെയിലത്തല്ലേ ടോയ്സാണ്. ഇതുപോലത്തെ സ്പൂൺസ്. ഈ സ്പൂണല്ലേ നമ്മളെപ്പോഴും വാങ്ങിയിട്ട് ഉപ്പ് പാത്രത്തിൽ കിടന്നു. ഇതെന്താണെന്നറിയോ? ശരിക്കും യൂസ് ചെയ്യുന്ന സ്പൂണല്ല, കളിക്കാനുള്ള സ്പൂൺ അല്ല, കളിക്കാനുള്ളതല്ല. പിന്നെ ഇതൊക്കെ എത്രയുള്ള സാധനം ഇതെടുത്താൽ മതി. ഇതെന്താണെന്നറിയോ? ഹണി എടുക്കുന്ന സാധനം. ഇങ്ങനെ മുക്കിയിട്ട് ഹണി എടുക്കാം. ഏതാ? ചെറിയ ഡിഫറൻസ് ഉള്ളൂ, പക്ഷെ എനിക്ക് ഇത് കുറച്ചുകൂടെ ഇത് മീഡിയം ആണ്. ഓപ്പൺ ചെയ്യട്ടെ. സൈഡ് അടിച്ചത് കുഴപ്പമൊന്നുമില്ല.
രസമുണ്ട് കേട്ടോ. എനിക്ക് ആ പൂച്ചേനെയൊക്കെ ഇഷ്ടപ്പെട്ടു. ആ എനിക്കൊരു ക്യാറ്റിനെ മേടിച്ചു തരാം. ക്യാറ്റ് ആണ് ഉറപ്പാ. ഇതൊക്കെ മറ്റേ നോബ്സ് അല്ലേ? ഏതാ നടക്കും? നമ്മുടെ ശരിയല്ല. പക്ഷെ എനിക്ക് നമ്മുടെ ആ ഒരു തീമിൻ്റെ കൂടെ പോകത്തില്ല. നിൻ്റെ മറ്റേ ആനയും തായ്ലൻഡിൽ നിന്ന് വാങ്ങിയ ആനയും ഇതുമായിട്ട് പോകത്തില്ല. ഇതൊരു ട്രഡീഷണൽ പോലെ വരുന്നതല്ലേ. എക്സിബിഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഓറിയോൺ മോളിലോട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഡിന്നർ കഴിക്കാനുള്ള പ്ലാനിലാണ് പോയത്. അപ്പോൾ ഓറിയോൺ മോൾ എന്ന് പറയുന്നത് ബ്രിഗേഡ് ഗേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പ്രിമൈസസിലാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് വേൾഡ് ട്രേഡ് സെൻറ്റർ, പിന്നെ കൊളംബിയ ഹോസ്പിറ്റൽ, അങ്ങനെ കുറേ ബിൽഡിങ്സ് ഒക്കെ ഉണ്ട്. രാത്രി കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഒരു മാഗ്നറ്റ് അങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടെ വെച്ചിട്ട് ഉണ്ടാക്കണം ഗ്ലോക്കമോളി. ഗുവാക്കമോളി ഞാനാണ് ഓർഡർ ചെയ്തത്. രാഹുൽ പേര് കേട്ടിട്ട് രാഹുലിന് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് വന്നപ്പോൾ രാഹുലിനൊരു സർപ്രൈസ് ആയിരുന്നു. കാരണം അവക്കാഡോ സാലഡ് അല്ലെങ്കിൽ അവക്കാഡോയിൽ നിന്ന് ഉണ്ടാക്കുന്നൊരു ഡിപ്പിനെയാണ് ഗുവാക്കമോളി എന്ന് പറയുന്നത്. രാഹുലിന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് രാഹുൽ ആ പേര് കേൾക്കുന്നത്. പിന്നെ ടേസ്റ്റ് വൈസും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം അവക്കാഡോ നമ്മൾ അല്ലാണ്ട് കഴിക്കുമ്പോൾ നമുക്കങ്ങനെ ഇഷ്ടപ്പെടില്ലല്ലോ. പക്ഷേ രാഹുലിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ ഓരോ ഫ്ലോറായിട്ട് ഇങ്ങനെ വെറുതെ കയറി ഇറങ്ങി ഷോപ്സിലൊക്കെ കയറി അങ്ങനെ ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തി. ഇഷ്ടപ്പെട്ടോ? അവിടെ കാണിച്ച് മേടിച്ച വാച്ച് നിന്റെ ഗിഫ്റ്റിന്റെ കഴിഞ്ഞെല്ലാം കഴിഞ്ഞു. ബർത്ത്ഡേ കഴിഞ്ഞ് ബർത്ത്ഡേ ഗിഫ്റ്റും ഇതും കൂടി ചേർത്തിട്ടാണ്. പിന്നെ വാച്ച് വേണ്ടാന്ന് പറഞ്ഞിട്ട് സാറേന്ന് എന്ത് മേടിക്കാറാവും? സാറേന്ന് എന്ത് മേടിക്കാം? രാഹുൽ നോക്കിയ ഷർട്ടിന് എത്രയാ വില? അത്ര ഉള്ളല്ലേ. പക്ഷെ നീളം കുറവാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ലെങ്ത് കുറവാണ്. അപ്പം ഞാൻ ആദ്യം ചിത്രകലാ പരിഷത്ത് ആ എക്സിബിഷനിൽ നിന്ന് എന്തൊക്കെ വാങ്ങി എന്നുള്ളത് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. അപ്പോൾ ആദ്യം വരുന്നത് ഇതാണ്. ഞാൻ ഏറ്റവും ലാസ്റ്റ് വാങ്ങിയ സാധനം. അവിടെ നിന്ന് ഇറങ്ങുന്ന വഴിക്ക് ഞാൻ വാങ്ങിയ ഒരു സാധനം. ഇത് സാരി. ആക്ച്വലി
എനിക്ക് ഇത് കണ്ടപ്പം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ മറ്റേ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയുന്ന പോലെ കണ്ടു, ഇഷ്ടപ്പെട്ടു, ഞാനങ്ങ് വാങ്ങി. ഞാനതിന് ചോദിക്കാം, രാഹുൽ എന്നോട് ചോദിക്കാം, നീ സാരി ഉടുക്കുമോ അതിന് എന്നിങ്ങനെ രാഹുൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സാരി ഉടുക്കുമോ എന്ന് ചോദിച്ചാൽ ഉടുക്കും, ഉടുക്കില്ലേ എന്ന് ചോദിച്ചാൽ ഉടുക്കില്ല. ഇപ്പോൾ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമ്മൾ ഉടുക്കുമല്ലോ അങ്ങനെ. പക്ഷെ എനിക്ക് ഈ കളറാണ്, ഇപ്പോൾ സാരിക്ക് ക്വാളിറ്റി ഉണ്ടോ അങ്ങനെ ഒന്നും ഞാൻ നോക്കിയില്ല. എനിക്ക് ഈ കളറും ഈ ചെക്ക് ഡിസൈനും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഫുള്ള് ബോഡി ഫുള്ള് ഇങ്ങനെ ചെക്കാണ് വരുന്നത്. ഇതാണ് അതിൻ്റെ ബോർഡർ. പല്ലു വന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു ബോർഡർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിത് എനിക്ക് ഈ കളറാണ് ആക്ച്വലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. കളറും ആ ഡിസൈൻ ഇതും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനങ്ങനെ ആക്ച്വലി ഞാനിത് അവരൊരു റേറ്റ് പറയും, നമ്മൾ പറ്റുമെന്ന പോലെ ബാർഗെയിൻ ചെയ്യും. ഇപ്പം എനിക്കൊന്നും അത്ര ബാർഗെയിനിങ് സ്കിൽ അങ്ങനെ ഇല്ല. എങ്കിലും അവരൊരു വില പറഞ്ഞു, ഞാൻ അങ്ങോട്ടൊരു വില പറഞ്ഞു, എന്നിട്ട് ഞാൻ അത് തന്നെ ഉറച്ചു വന്നു. അവർക്ക് മനസ്സിലായി എനിക്ക് ഈ സാരി ഇഷ്ടപ്പെട്ടു, ഞാനത് വാങ്ങും എന്ന് അവർക്ക് ഉറപ്പുണ്ട്. എങ്കിൽ പോലും ഞാൻ മറ്റേ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നടന്നു വന്നു. ഞാൻ പറഞ്ഞു ശരി വേണ്ട എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ നടന്നു വന്നു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ലാസ്റ്റ് ഇതാണ്. അവർ ഓൾമോസ്റ്റ് 7 o'clock വരെ ഉള്ളൂ. അപ്പം ഞങ്ങളൊരു 6 o'clock ഒക്കെ ആയപ്പോഴാണ് തോന്നുന്നു ആ സ്റ്റോൾ കയറിയത്. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ലാസ്റ്റ് കസ്റ്റമർ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ശരി വേണ്ട എന്നുള്ള രീതിയിൽ ഇങ്ങനെ വന്നപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഞാൻ പറഞ്ഞ വിലയ്ക്ക് തന്നെ അവർ തന്നു. അപ്പം അങ്ങനെ അതൊരെണ്ണം. പിന്നെ ഇത് ഈ സൽവാറും എനിക്ക് ഭയങ്കര, സൽവാറല്ല ഇത് ടോപ്പ് മാത്രമാണ്, നമ്മളുടെ കുർത്തി ടോപ്പ് മാത്രമാണ്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടെ കുറേ ഇങ്ങനെ ഇതിൻ്റെ പല പാറ്റേൺ പല മോഡലിലെ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത്. പിന്നെ ഇങ്ങനത്തെ ഈ ഡിസൈൻ തന്നെ പല കളറിലും പല ഫ്ലവേഴ്സിൽ. ലോട്ടസിൻ്റെ ഒരെണ്ണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അത് പക്ഷേ എനിക്ക് സൈസ് ഇല്ലായിരുന്നു. ഇതൊരെണ്ണം. ഇതിന് തന്നെ ദുപ്പട്ട സെപ്പറേറ്റ് ഉണ്ട്, ബോട്ടം സെപ്പറേറ്റ് ഉണ്ട്, പിന്നെ ബ്ലൗസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ഒന്നും വാങ്ങിയില്ല, ജസ്റ്റ് ഒരു ടോപ്പ് മാത്രം വാങ്ങിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഇയറിങ്സ് ആണ് വാങ്ങിയത്. ഞാൻ മാക്സിമം പിടിച്ചു നിന്ന് കേട്ടോ, കാരണം കൂടുതലും ജ്വല്ലറി ഷോപ്സാണ് അവിടെ ഉള്ളത്, കൂടുതലും ജ്വല്ലറി ഷോപ്പാണ്. അപ്പോൾ അതിനകത്ത് പല ടൈപ്പ് ഓഫ് നമ്മളുടെ മെറ്റൽ ജ്വല്ലറീസാണ് കുറേ വരുന്നത്. അപ്പം ഞങ്ങൾ കഴിഞ്ഞ തവണ രാജസ്ഥാൻ പോയപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു 100 രൂപ 120 രൂപയ്ക്കൊക്കെ വാങ്ങുന്ന സാധനങ്ങൾ ഇവിടെയൊക്കെ ഒരു 200, 250, 300 റേഞ്ചിലൊക്കെ വരുന്ന കാണുമ്പോൾ എനിക്ക് അങ്ങോട്ട് വാങ്ങാൻ തോന്നില്ല. എൻ്റെ മനസ്സിലിപ്പോഴും അവിടെ കിടക്കുക. രാജസ്ഥാനിൽ ഇത് ഇത്രയേ ഉള്ളൂ, പക്ഷേ ആ രാജസ്ഥാനിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നവർ വിൽക്കുന്ന കൊണ്ടാണ് അതിന് ഇത്രയും കാശ് കൂടുന്നുണ്ടാവുന്നത്. പക്ഷെ എന്നാലും എനിക്കത് വാങ്ങാനൊരു മടിയുണ്ടാവും. പക്ഷേ ഈ സ്റ്റോളിൽ വന്നപ്പോൾ ഒരു മിനിറ്റ് ആരോ വന്നു. അപ്പോൾ അങ്ങനെ ജ്വല്ലറീൻ്റെ ഒരു ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഷോപ്പ് ഒരു അപ്പൂപ്പൻ, ഒരു ഇച്ചിരി പ്രായമായ ഒരു അങ്കിള് നിൽക്കുന്ന ഒരു ഷോപ്പായിരുന്നു. അപ്പോൾ ആ അങ്കിളിനോട് ഞാൻ ജസ്റ്റ് ഹൗ മച്ച് എന്നൊരു ഇതിൻ്റെ ചോദിച്ചപ്പോൾ ആ പുള്ളി ചോദിച്ചു തമിഴാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഒന്നുമില്ല മലയാളം ആണ്, കേരള എന്നാന്ന് പറഞ്ഞു. അപ്പോൾ അതാണ്. ആ പുള്ളി ഭയങ്കരമായിട്ട് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. പുള്ളി ഇങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് എന്താ വിളിച്ചാൽ അമ്മ എന്നോ അങ്ങനെ എങ്ങാണ്ട് വിളിച്ചിട്ട് അമ്മ ഇത് പാരുങ്കമ്മ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഓരോന്നായിട്ട് നമുക്ക് എടുത്തു തരുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷനിലാണ് നമ്മൾ പലതും ചിലപ്പോൾ വാങ്ങുന്നത് തന്നെ. അങ്ങനെ എനിക്ക് അവിടെ നിന്ന് ഇഷ്ടപ്പെട്ട ഒരു 2-3 ഇയറിങ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം ഇങ്ങനെ ഫ്ലവർ പോലെ വരുന്നത്. എനിക്ക് ബ്ലൂ കളറിലുള്ള ഇയറിങ്സ് കുറച്ച് കുറവാണ്. അപ്പം ഞാനിത് ബ്ലൂ കളറിലൊരെണ്ണം വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ബ്ലൂ കളറിലൊരെണ്ണം വാങ്ങി. നല്ല രസമുണ്ടായിരുന്നു. ഇതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു, ഗ്രീൻ, റെഡ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ബ്ലൂ എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ ബ്ലൂവാണ് വാങ്ങിയത്. അടുത്തതും ഒരു ബ്ലൂ കളർ തന്നെ വാങ്ങിയത്. കാരണം എനിക്ക് ബ്ലൂ വളരെ കുറവ്. ബ്ലൂ എന്ന് വെച്ചാൽ ഒരു ഡാർക്ക് ബ്ലൂ വയലറ്റ് ആ ഒരു ഷെയ്ഡിൽ എനിക്ക് കമ്മലുകളേ ഇല്ല, ഇയറിങ്സേ ഇല്ല. അപ്പം ഞാൻ വെച്ചാൽ അങ്ങനത്തെ കുറച്ച് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയത്. അപ്പോൾ ഇതും അതുപോലെ ഒരു ഇയറിംഗ് ആണ്. അടുത്തത് ഇത് രാഹുലിന് ഇഷ്ടപ്പെട്ട് എനിക്ക് വാങ്ങി തന്നെ കേട്ടോ. എന്നോട് രാഹുൽ എടുത്തോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞിട്ട് രാഹുൽ ഇല്ല വാങ്ങിക്കോ എടുത്തോന്ന് പറഞ്ഞിട്ട് അങ്ങനെ രാഹുലിൻ്റെ ഇഷ്ടത്തിന് വാങ്ങിയൊരു കമ്മലാണിത്. ഇതും എനിക്കില്ലാത്തൊരു കളറാണ്, ടർക്കോയ്സിൻ്റെയൊക്കെ പോലത്തെ ഒരു ഷെയ്ഡ്, നല്ലൊരു കമ്മൽ. ഇതും ഒരു വെറൈറ്റി ഷേപ്പാണല്ലോ. അങ്ങനെ അതൊരെണ്ണം. പിന്നെ ഇതാണ് എൻ്റെ ഫേവറേറ്റ് കമ്മൽ. ഇത് ഞാൻ വേറെ കളേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ എപ്പോൾ എന്തെടുത്താലും ഗ്രീനായി പോവുക.
എവിടെ തൊട്ടാലും ഗ്രീനാന്ന് പറഞ്ഞ പോലെ എല്ലാം ഗ്രീനാണ്. അപ്പോൾ ഞാനിതിൻ്റെ വേറെ കളറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്കിള് പറഞ്ഞു ഇല്ല, കാരണം ഇത് ഒരു സെറ്റായിട്ട് വരുന്നതാണ്. നെക്ക് പീസും ഇയറിങ്ങും കൂടെ വരുന്നത്. അപ്പം നെക്ക് പീസ് ആരോ വാങ്ങിയിട്ട് പോയി, അവർക്ക് ഇയറിങ് വേണ്ടാന്ന് പറഞ്ഞിട്ട് നെക്ക് പീസ് ആരോ വാങ്ങിയിട്ട് പോയി. അപ്പോൾ ഇയറിങ് മാത്രം അങ്കിള് സെപ്പറേറ്റ് സെല്ല് ചെയ്യുകയെന്ന് പറഞ്ഞു. അങ്ങനെ ഇതൊരെണ്ണം മാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. ഇത് ആക്ച്വലി ഞാൻ വിയാന് കൊടുക്കാൻ വേണ്ടി വാങ്ങിയതാണ് കേട്ടോ. ആക്ച്വലി അവന് നമ്മൾ ടോയ്സൊക്കെയാണ്, അവന് ടോയ്സൊക്കെ ആയിരിക്കും ഈ പ്രായത്തിൽ ഇഷ്ടം, കുഞ്ഞല്ലേ, അവന് ടോയ്സൊക്കെ ആയിരിക്കും ഇഷ്ടം. പക്ഷേ എന്നാലും ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് വിയാന് വാങ്ങാം എന്നിങ്ങനെ മനസ്സിൽ വന്നു. അപ്പം ഞാൻ എന്നാൽ പിന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് അവിടുത്തെ ഒരു ക്യാറ്റിനെ ഇഷ്ടപ്പെട്ടു. ഇതേ സെയിം കാർപ്പറ്റ്, നമ്മുടെ ഫ്ലോർ മാറ്റ് തന്നെയാണ്, ഒരു ക്യാറ്റിൻ്റെ ഷേപ്പിലുണ്ടായിരുന്നു, പാണ്ടയുടെ ഷേപ്പിലുണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിലെനിക്ക് ക്യാറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു, വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ വെറുതെ നമ്മൾ വാങ്ങിയിട്ട് അതിങ്ങനെ നമുക്ക് താഴെ ഇടാൻ എന്തായാലും തോന്നില്ല, അപ്പം ഞാൻ വാങ്ങിയില്ല. ഇത് കണ്ടോ, നല്ല രസമല്ലേ. അങ്ങനെ ഞാൻ ഒരെണ്ണം ജസ്റ്റ് വിയാന് വേണ്ടി വാങ്ങിയതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ചിത്രകലാ പരിഷത്തിൽ നിന്ന് ഞാൻ വാങ്ങിയ കുറച്ച് ഐറ്റംസ്. പിന്നെ ഞങ്ങൾ പോയത് ഓറിയോൺ മാളിലാണ്. ഓറിയോൺ മാളിൽ പോയിട്ട് ആക്ച്വലി അവിടെ ഞങ്ങൾ ചുമ്മാ പോയതാണ്, ഡിന്നർ കഴിക്കാം, അവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ പോയതാണ്. പക്ഷേ ഇങ്ങനെ ഞങ്ങൾ ഓരോ ഫ്ലോറായിട്ട് ഇങ്ങനെ കയറി ഇറങ്ങിയപ്പോൾ അവിടെ സാറയിൽ ഓഫറൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ജസ്റ്റ് കയറി നോക്കാമെന്ന് പറഞ്ഞു നോക്കി. അങ്ങനെ സാറയിലും സാറയിലും വെസ്റ്റ് സൈഡും കയറിയിട്ടുണ്ടായിരുന്നു. വെസ്റ്റ് സൈഡിൽ ഒത്തിരി വിൻ്റർ കളക്ഷൻ വന്നിട്ടുണ്ട്. സാറയിലെ വിൻ്റർ കളക്ഷൻ നമുക്ക് ഇവിടെ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഭയങ്കര വലിയ ലോങ് ജാക്കറ്റും അത്യാവശ്യം നല്ല തണുപ്പുള്ളിടത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ജാക്കറ്റ്സും കാര്യങ്ങളുമാണ് സാറയിൽ ഉണ്ടായിരുന്നത്. വെസ്റ്റ് സൈഡിൽ പിന്നെ നമുക്ക് ഓക്കെയാണ്, നമ്മളുടെ ബാംഗ്ലൂർ ക്ലൈമറ്റിന് യൂസ് ചെയ്യാൻ പറ്റുന്നത്. എന്നാലും എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ നമുക്ക് ഇപ്പോൾ അത്രയും തണുപ്പില്ല, പറയുമ്പോൾ ഇവിടെ അത്രയും തണുപ്പില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഡെയിലി ബൈക്കിൽ അല്ലെങ്കിൽ അങ്ങനെ ട്രാവൽ ചെയ്യുന്നവർക്ക് ചിലപ്പം ജാക്കറ്റ് അല്ലെങ്കിൽ ഹുഡി വിത്ത് മറ്റേ സ്വെറ്റ് ഷർട്ട് പോലത്തെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നല്ല യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇത് ഞാൻ വെറുതെ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിയെന്നുള്ളത്. അപ്പോൾ സാറേന്ന് ഞാൻ വാങ്ങിയത് ഈ ഒരു ഓറഞ്ച്, നമുക്ക് സ്വെറ്റ് ഷർട്ടെന്ന് പറയാൻ പറ്റില്ല, ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു ടോപ്പാണ്. ഞാനിപ്പോൾ എന്താണെന്നറിയില്ല, കുറച്ച് നാളായിട്ട് എനിക്ക് ഓറഞ്ചിനോടൊരു ക്രേസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതെൻ്റെ ഓറഞ്ചിൽ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ടോപ്പാണിത്. എന്നാലും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. ഇതിന് 950 റുപ്പീസ് എങ്ങാണ്ടേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ 950 റുപ്പീസ് കൂടുതലാണ്, എങ്കിൽ പോലും സാറേന്നായതുകൊണ്ട് 950ക്ക് ഞാൻ വാങ്ങിയതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ട്രൈ ചെയ്തപ്പോഴും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാനിത് ജസ്റ്റ് ഒരെണ്ണം വാങ്ങി. ഇതൊരു ടോപ്പുണ്ട്. പിന്നെ ഞാൻ വാങ്ങിയത് ഇതിൻ്റെ തന്നെ ഈ 950 ഇതിന് മാത്രം ഇതിൻ്റെ തന്നെ ഒരു 4-5 കളർ വേരിയേഷന് 950 റുപ്പീസ് ഉണ്ടായിരുന്നു. ബാക്കിയൊക്കെ എനിക്ക് തോന്നുന്നു അറൗണ്ട് 2000 ആ റേഞ്ചിൽ വരുന്ന റേറ്റാണ്. പിന്നെ ഇത് ഞാൻ വന്നിട്ട് വെസ്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിയതാണ്. ഇതും രാഹുൽ എനിക്ക് സെലക്ട് ചെയ്ത് തന്ന സാധനം. ആദ്യം ഞാനിങ്ങനെ വിചാരിച്ചു പിന്നെ എനിക്ക് ഷർട്ട് എടുത്ത് തരുവാന്ന്. എന്നിട്ട് ഞാൻ പക്ഷേ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ആ ഒരു ഇങ്ങനെ ഫ്ലോയി ആയിട്ട് കിടക്കുവാണല്ലോ, അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇട്ട് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ എടുത്തത്. ഇതൊക്കെ സൈസ് എത്രയാണെന്നറിയോ? ഇതിൻ്റെ സൈസ് എല്ലാം, എനിക്ക് അഹങ്കാരമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇത് കറക്റ്റ് ഫിറ്റാണ്. എനിക്ക് കൈ മാത്രം ഇച്ചിരി ടൈറ്റ് ഉണ്ട്. ഇത് ഇവിടെ ഇങ്ങനെ ഫുൾ കൈയാണിത്, അപ്പോൾ ഇവിടെ മാത്രം ഒരു ചെറിയ ടൈറ്റ് ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ രാഹുൽ ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടെ മാത്രം ടൈറ്റ് ഉണ്ട്, ഞാൻ വണ്ണം കുറയ്ക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇത് എടുത്തതാണ്. ഇനി ഇല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ XL എടുക്കുവാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എനിക്കത് ഭയങ്കര ലൂസാവും. എനിക്ക് ഒരുപാട് ലൂസായിട്ട് ഇടുന്നതും അത്ര ഇഷ്ടമല്ല. ഇച്ചിരി എന്നാൽ നല്ല ടൈറ്റും ഇഷ്ടമല്ല, അത്ര ലൂസും ഇഷ്ടമല്ല. ഒരു മീഡിയം ലെവലിൽ കിടന്നാൽ എനിക്കൊരു കംഫർട്ടുള്ളൂ ഇടാൻ. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് എന്നോട് എടുക്കരുതെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഒരു ലാർജ് സൈസിൻ്റെ ഒരു ഷർട്ട് എടുത്തതാണ്. പിന്നെ ഇതാണ് എൻ്റെ ഫേവറേറ്റ്. ഇത് ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറിയുടെ അന്ന് ഞാൻ ഡിന്നർ കഴിക്കാൻ പോയപ്പോൾ ഞാൻ ഇട്ട ഡ്രസ്സാണ്. ഇത് ഞാൻ അപ്പോൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതും ഞാൻ വെസ്റ്റ് സൈഡിൽ നിന്ന് എടുത്ത സ്വെറ്റ് ഷർട്ടാണ്. അത്യാവശ്യം നല്ല വാമായിട്ടിരിക്കും കേട്ടോ. ഞങ്ങൾ
ഓപ്പൺ സ്പേസിലായിരുന്നു പോയത്. അപ്പോൾ അവിടെ പോയപ്പം അത്യാവശ്യം നല്ല തണുപ്പും കാറ്റും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അത്രയും ഫീൽ ചെയ്യുന്നില്ല, കാരണം ഇത് ഈ ഒരു ഡ്രസ്സ് ഇട്ടത് കൊണ്ടായിരിക്കാം. നല്ല കംഫർട്ടായിരുന്നു, നല്ല വാമായിരുന്നു. പിന്നെ എല്ലാവരും ഫോട്ടോസൊക്കെ കണ്ടിട്ട് എല്ലാവരും പറഞ്ഞു നല്ല അടിപൊളിയായിട്ടുണ്ടെന്ന്. ഞാനതിൻ്റെ ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തേക്കാം, ഇടാം. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി 1 ടൈം യൂസ് ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഗ്രീനിനോട് എന്തോ ഒരു ഇഷ്ടം. ഇതെൻ്റെ ഇപ്പം അന്നത്തെ ദിവസം 2ാമത്തെ ഗ്രീനാണ് ഇപ്പം ഞാനിത് എടുത്തത്. പിന്നെ ഇയറിങ് ഗ്രീൻ എടുത്തു. അങ്ങനെ പിന്നെയാണ് ഞങ്ങളുടെ മെയിൻ ഐറ്റം. നിങ്ങൾക്ക് കഴിഞ്ഞ എൻ്റെ ഹോൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഞാനൊരു മൈക്കിൾ കോസിൻ്റെ ഒരു വാച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതെനിക്ക് കുറച്ച് ലൂസായിരുന്നു. അപ്പോൾ ഞാനതിൻ്റെ കണ്ണി മാറ്റാനായിട്ട് ഞങ്ങൾ വാച്ച് ഷോപ്പിൽ കയറി. വാച്ച് ഷോപ്പിൽ കയറിയിട്ട് ജസ്റ്റ് ഇൻ ടൈമിലാണെന്ന് തോന്നുന്നു കയറിയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു രാഹുലിൻ്റെ ഇപ്പോഴത്തെ വാച്ച് ഓൾമോസ്റ്റ് അതിൻ്റെ ലെതറൊക്കെ ഇങ്ങനെ പൊളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വാച്ച് നോക്ക്, കുറേ നാളായില്ലേ ഈ ലെതർ. രാഹുലിന് അങ്ങനെ വാച്ച് ക്രേസ് ഒന്നുമില്ല. അപ്പോൾ രാഹുൽ പറഞ്ഞു ശരി നോക്കാമെന്ന് പറഞ്ഞിട്ട് രാഹുൽ നോക്കാൻ തുടങ്ങി. പക്ഷെ ഞാൻ അവിടെ എപ്പോഴും ഒരു വാച്ച് കണ്ട് ഞാൻ അവിടെ സ്റ്റക്കായിട്ട് നിന്നു. എന്നിട്ട് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട്, ആഗ്രഹത്തിന് വേണ്ടി ഇട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഇട്ട് നോക്കിയതാണ്. പിന്നെ ഞാനത് കയ്യിൽ നിന്ന് ഊരിയില്ല എന്ന് വേണം പറയാൻ. ഞാനതിങ്ങ് മേടിച്ചു. ഒബാക്കു എന്ന് പറഞ്ഞിട്ട് ഡെൻമാർക്കിലെ ഏതൊരു ബ്രാൻഡാണ് ഒബാക്കു എന്ന് പറഞ്ഞിട്ട്. എനിക്കിത് ഞാൻ എക്സാക്റ്റ് വില എനിക്കിപ്പോൾ ഓർമ്മയില്ല. എനിക്ക് ഓൾമോസ്റ്റ് 40% ഓഫിനാണ് ഈ വാച്ച് അവിടെ നിന്ന് കിട്ടിയത്. ആക്ച്വലി അവർ പറഞ്ഞ പ്രൈസിൽ നിന്ന് ഈ പറഞ്ഞ പോലെ 40% ഓഫ് കിട്ടിയത് കൊണ്ടാണ് ഞാനിത് വാങ്ങിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു എലഗൻറ്റ് ലുക്ക് വരുന്നൊരു വാച്ചാണ്. എൻ്റെ കയ്യിലിട്ടിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ മറ്റേ എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു എലഗൻറ്റ് ലുക്ക് ആ കയ്യിലിടുമ്പോൾ തന്നെ. ഞാൻ അതും വേണേൽ ഫോട്ടോ ഞാൻ പിന്നെ ഫുള്ള് ഇതായിരുന്നു, ഇങ്ങനത്തെ ഈ ഷോ ആയിരുന്നു ഫുള്ള്. അപ്പം ഞാൻ 1-2 ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനത് ഫോട്ടോസ് ഞാൻ ആഡ് ചെയ്യാം. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആട്ടോ, ഭയങ്കര തിന്ന ഡയൽ, ഭയങ്കര തിന്ന, കണ്ടാൽ തന്നെ അറിയാം കണ്ടോ, ഭയങ്കര തിന്ന ഡയലാണ്. പിന്നെ ഈ സ്ട്രാപ്പ് വരുന്നതും ഭയങ്കര അത്ര വീതി ഇല്ലാത്ത, വിഡ്ത്ത് അധികം ഇല്ലാത്ത കുഞ്ഞ് സ്ട്രാപ്പാണ് വരുന്നത്. ഇട്ട് കാണിച്ചു തരാം കേട്ടോ. എനിക്കിത് ഇത് വാങ്ങേണ്ട അന്നോട്ട് ഞാൻ ഇത് തന്നെ ഇടുന്നത്. എന്ത് ഡ്രസ്സ് ഇട്ടാലും ഞാൻ ഇപ്പോൾ ഇത് തന്നെ ഇടുന്നത്. ഇത് കൂടുതലും എനിക്ക് തോന്നുന്നു ട്രഡീഷണൽ അല്ലെങ്കിൽ ചുരിദാർ, സൽവാർ അങ്ങനത്തെ ഇത്. എൻ്റെ ഇയറിങ്സും കൂടി വരുമ്പോൾ അടിപൊളിയാട്ടോ. എൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അവരവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കി തന്നു. അപ്പോൾ രാഹുലിന് വാച്ച് വാങ്ങാൻ പോയെങ്കിലും ഞാൻ വാച്ച് വാങ്ങി. രാഹുലിന് അപ്പോഴും വാച്ച് വാങ്ങിയില്ല. അപ്പോൾ പിന്നെ എനിക്ക് കുത്തൽ വരുമല്ലോ, നമുക്കൊരു മനസ്സിൽ വരില്ലേ, അയ്യോ രാഹുലിന് ഇതുവരെ ഒരു വാച്ചില്ല, എനിക്കിതിപ്പോൾ എത്രാമത്തെ വാച്ചാണ്, 3-മത്തെയോ 4-മത്തെയോ വാച്ചായല്ലോ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലൊരു കുത്തൽ വന്നു. എന്നാൽ പിന്നെ ആ കുത്തലൊന്ന് കുറച്ചേക്കാമെന്ന് പറഞ്ഞിട്ട് അടുത്തൊരു ഷോപ്പിൽ കയറി രാഹുലിനൊരു വാച്ച് മേടിച്ചു. രാഹുലിന് ശരിക്കും അത് ഇങ്ങനെ ഞങ്ങൾ ആദ്യത്തെ കടയിൽ പോയിട്ട് നമ്മളിങ്ങനെ ഇട്ട് നോക്കി ഒന്നും നമുക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. കാണുമ്പോഴും നമുക്കൊരു ലുക്ക് തോന്നുന്നില്ല. അപ്പോൾ രാഹുലിന് ഇഷ്ടപ്പെടാതെ നമ്മൾ എടുത്തിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ ഇവിടെ ഇതേതാ ഷോപ്പ് കയറിയത്, നമ്മൾ ഈത്തോസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പ്. അവിടെ എല്ലാം കുറേ പ്രീമിയം ബ്രാൻഡ്സിൻ്റെ വാച്ചസ് ആയിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് കണ്ടു നോക്കി ആദ്യം തന്നെ ഇഷ്ടപ്പെട്ടത് ഈ മാസറാട്ടി എന്ന് പറഞ്ഞിട്ട് ബ്രാൻഡിൻ്റെ ഒരു വാച്ചാണ്. ഇത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, ഇട്ടപ്പോൾ അതിനേക്കാളും ഇഷ്ടപ്പെട്ടു. ആദ്യം ട്രൈ ചെയ്തത് ബ്ലൂ ആയിരുന്നു, നല്ല ഡാർക്ക് ബ്ലൂ വാച്ചാണ് ട്രൈ ചെയ്തത്. അതിനൊരു ഈ പറഞ്ഞ പോലെ ഒരു എലഗൻ ലുക്കാണ്, നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കുണ്ട്. പക്ഷേ ഈ ഒരു ഗ്രീൻ കളറ് രാവിലെ ഇട്ട് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു കളറല്ലേ, നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കയ്യിൽ. പിന്നെ ഡയലും വരുന്നത് ഫുള്ള് ഗോൾഡൻ ഡയലുമാണ്. അപ്പോൾ എന്തോ രാഹുലിന് ഫുൾ ഗോൾഡൻ വാച്ച് നമുക്ക് ചേരത്തില്ല. പക്ഷേ ഈ ഡയൽ ഗോൾഡൻ വന്നപ്പോൾ പിന്നെ ഈ ഇതിൻ്റെ സ്ട്രാപ്പ് കളർഫുള്ളും കൂടി ആയതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് രാഹുലിന് ചേരുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വേറൊന്നും ഇട്ട് നോക്കിയില്ലല്ലേ, അവിടെ നിന്ന് ഈ ബ്ലൂ ഇട്ട് നോക്കി, ഇതിൻ്റെ ഈ ഒരു ഗ്രീൻ ഇട്ട് നോക്കി. ഗ്രീൻ ഇട്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. എന്നിട്ട് രാഹുൽ ജസ്റ്റ് അതൊന്ന് മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ടൊരു റെഡ്, എനിക്ക് തോന്നുന്നു ഏതിൻ്റെ ഇട്ട് നോക്കിയ റെഡ്, ഏത് ബ്രാൻഡിൻ്റെ ആയിരുന്നു, ടിസോട്ടിൻ്റെ ഒരു ഇച്ചിരി ഡാർക്ക് റെഡിഷ് ഓറഞ്ച് കളർ വരുന്ന ഒരു വാച്ച് ഇട്ട് നോക്കിയായിരുന്നു, ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. അതും അത്യാവശ്യം നല്ലതായിരുന്നു. പക്ഷേ എന്നാലും നമുക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത്
ഈ ഒരു വാച്ചാണ്. അപ്പോൾ അങ്ങനെ രണ്ടുപേർക്കും ഓരോ വാച്ച് വീതം ഞങ്ങളങ്ങ് വാങ്ങി. എന്നിട്ട് പറഞ്ഞു ഓക്കെ ഇനിയിപ്പം വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഒന്നും ഗിഫ്റ്റില്ല, ഞങ്ങളുടെ ബർത്ത്ഡേ രണ്ടുപേരുടെയും ബർത്ത്ഡേ വരുന്ന ജനുവരിയിലാണ്, അപ്പോൾ ബർത്ത്ഡേക്കും ഗിഫ്റ്റില്ല, അതിനുള്ളതെല്ലാം കൂടി ചേർത്ത് ഇത്തവണത്തെ ഷോപ്പിങ്ങിൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളിത് 2 വാച്ചിൽ ഞങ്ങളുടെ ഗിഫ്റ്റ് ഒതുക്കി. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞില്ല ഗ്രീൻ, എനിക്ക് ഒന്നാമത്തെ കാര്യം ഗ്രീൻ ഇഷ്ടമാണ്. അപ്പോൾ ഇത് രാഹുലിന് ഇട്ടപ്പോഴും നല്ല രസമുണ്ടായിരുന്നു. അപ്പം പിന്നെ ഞാൻ ഇച്ചിരി ഒന്ന് പുഷ് ചെയ്തു, വാങ്ങിച്ചോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നല്ല രസമുണ്ട് അങ്ങനെ. അപ്പോൾ അത്രയേ ഉള്ളൂ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി പർച്ചേസും കാര്യങ്ങളും. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളൂ, ചെറിയ ചെറിയ പർച്ചേസ്. വാച്ച് മാത്രമേ ഇച്ചിരി ഹെവി പർച്ചേസിങ്ങിൽ വരുന്നുള്ളൂ, ബാക്കിയെല്ലാം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. പിന്നെ രാഹുലിനും ഷർട്ട് മേടിച്ചിട്ട്, ടീഷർട്ടും മേടിച്ചിട്ടുണ്ടായിരുന്നു. സോൾഡ് സ്റ്റോറിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ ഓറിയോണിൽ. അപ്പോൾ അവിടെ നിന്ന് രാഹുലിന് ഒരു ടീഷർട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. രാഹുൽ അത് ഓൾറെഡി ഇട്ട് സെറ്റാക്കി. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ എനിക്ക് ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം പോകേണ്ടത് ഇത് നമ്മുടെ ഹോം സെൻറ്ററിലോട്ടാണ്. ഹോം സെൻറ്ററിൽ പക്ഷേ ഇത്തവണ ഓഫറൊക്കെ ഉണ്ട്, ഓഫർ ഒത്തിരി ഉണ്ട്. പക്ഷേ എനിക്ക് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾക്ക് ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ ഫസ്റ്റ് ഓക്കെ ഇത് നമുക്ക് നമ്മളുടെ വീട്ടിൽ ഓക്കെ ആയിരിക്കും, ഇവിടെ വെക്കാം അവിടെ വെക്കാം അങ്ങനെ തോന്നുമല്ലോ. അങ്ങനത്തെ ഒരു ഐറ്റം ഞങ്ങളവിടെ കണ്ടില്ല. പക്ഷേ കുറേ 50% ഓഫ്, 20% ഓഫ്, അങ്ങനെ ഒത്തിരി ഓഫേഴ്സൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും അങ്ങനെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടൊന്നും വാങ്ങിയില്ല. പിന്നെ ഇത് ചുമ്മാ അവിടെ വരെ പോയതല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു കിച്ചൺ ക്ലോത്തിൻ്റെ ഒരു 10 എണ്ണം വരുന്ന ഒരു സെറ്റ് മേടിച്ചു. ഇതെത്ര 290 അങ്ങനെ എങ്ങാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഒരു ഹോൾ വീഡിയോ കഴിഞ്ഞു. ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഹോൾ വീഡിയോ ആയിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.